അപ്പോൾ ഇനി നമുക്ക് ന്യൂസ് തിയേറ്ററിൽ കുറച്ച് KSRTCയെ കുറിച്ച് സംസാരിക്കാം. പൊതുഗതാഗതത്തിനായി നമ്മളെല്ലാം ആശ്രയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട KSRTC ബസ്. ഇത് KSRTCയെ കുറിച്ച് ഞാനിത് പറയാൻ കാരണം KSRTCയുടെ MD ടോമിൻ ജെ തച്ചങ്കരി അദ്ദേഹം ഈ അടുത്ത കാലത്തായി നടത്തുന്ന പരിഷ്കാരങ്ങൾ, അതായത് KSRTCയെ ലാഭകരമായ ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾക്കും പ്രതിഷേധങ്ങളും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അതിലൊന്ന് KSRTCയിലെ ട്രേഡ് യൂണിയനുകൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധത്തിലാണ്. അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ പിടിച്ചുകൊണ്ട്, അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കാനും അതോടൊപ്പം തന്നെ ഇതിനെ സ്വകാര്യവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് ടോമിൻ ജെ തച്ചങ്കരി നടത്തുന്നതെന്നാണ്. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഈ നിലയ്ക്ക് വിമർശിക്കപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രി പറഞ്ഞത് ഈ ടോമിൻ ജെ തച്ചങ്കരി നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ നയങ്ങൾ ആണ് എന്നാണ്. അതായത് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. ഈ KSRTCയെ ഒന്ന് ലാഭത്തിലാക്കി എടുക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ടോമിൻ ജെ തച്ചങ്കരി നടത്തുന്ന ഈ പുതിയ പരീക്ഷണങ്ങൾ കൂടി നമ്മൾ വിലമതിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു സാധ്യത അവശേഷിക്കുന്നില്ലേ എന്നതാണ്. ഏതായാലും എന്തൊക്കെയാണ് അദ്ദേഹം KSRTC MD ആയി സ്ഥാനമേറ്റെടുത്ത ശേഷം നടപ്പാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കിതാ KSRTCയുടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം തച്ചങ്കരി MD സ്ഥാനത്തെത്തിയിട്ട് അദ്ദേഹം 2 മാസമായി. അദ്ദേഹം പരിഷ്കാര നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പല ഷണ്ടിങ് ഡ്യൂട്ടിയും അതർ ഡ്യൂട്ടിയും ചെയ്യുന്നതിൽ നിന്ന് കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും അദ്ദേഹം വിലക്കി എന്നതാണ് അദ്ദേഹം ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഭരണതലത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഒരുപക്ഷെ അത് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം കൊണ്ടുവരുന്നതിന് ഒരു കാരണമായിരിക്കാം. അതിനോടൊപ്പം തന്നെ ഡ്യൂട്ടി പാറ്റേൺ ക്രമീകരണം അദ്ദേഹം കൊണ്ടുവന്നു എന്നതാണ്. KSRTC കുത്തഴിഞ്ഞൊരു സംവിധാനമായി മാറിയിരിക്കുന്നു. പലപ്പോഴും ജീവനക്കാർ അവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴാണ് MD ആയി എത്തിയ ശേഷം ടോമിൻ ജെ തച്ചങ്കരി ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയത്. എല്ലാ ഡ്യൂട്ടികളെയും 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി പാറ്റേണിലേക്ക് മാറ്റി പരമാവധി ബസ്സുകൾ അദ്ദേഹം നിരത്തിലിറക്കി. വരുമാനമുള്ള റൂട്ടുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് അദ്ദേഹം ഇതിലേക്ക് വന്ന ശേഷം, അതായത് അദ്ദേഹം MD ആയി വന്ന ശേഷം വരുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ചിലത്. അതോടൊപ്പം തന്നെ അവധി ദിവസങ്ങളിൽ ബസ്സുകൾ റദ്ദാക്കുന്നതിന് പകരം നോൺ നോട്ടിഫൈഡ് റൂട്ടുകളിൽ അടക്കം അദ്ദേഹം ബസ്സുകൾ ഓടിച്ചു. എല്ലാ ഡിപ്പോകളിലും എല്ലാ മാസവും യൂണിയൻ നേതാക്കൾ ചേരുന്ന അവലോകന യോഗം വേണ്ട എന്ന് ഉത്തരവിറക്കി. ഇതെല്ലാം അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുത്ത ശേഷം നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, തീരുമാനങ്ങളാണ്. കേരളത്തിലെ എല്ലാ വിമാനത്താവളത്തിൽ നിന്നും ബന്ധപ്പെട്ട സിറ്റികളിലേക്ക് ഫ്ലൈ ബസ് എന്ന പേരിൽ AC ബസ് സർവീസ് കൊണ്ടുവന്നു. ഇതാണ് ടോമിൻ ജെ തച്ചങ്കരി വന്ന ശേഷം നടത്തിയിട്ടുള്ള കാതലായ പരിഷ്കാരങ്ങൾ. ഇതിനെല്ലാം എതിരായിട്ടുള്ള പല പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തൊഴിലാളി സംഘടനകളുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അദ്ദേഹം തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. അദ്ദേഹം ഇതിനെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏജന്റായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമാണ് ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇനി അദ്ദേഹം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയും ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒന്നായി നിൽക്കുകയും ചെയ്തപ്പോൾ ടോമിൻ ജെ തച്ചങ്കരിക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ന്യൂസ് തിയേറ്റർ ഇനി കിടക്കുന്നത്. ന്യൂസ് തിയേറ്ററിന് അദ്ദേഹം നൽകിയ പ്രതികരണമാണ്, കാണും. തീർച്ചയായിട്ടും അത് കുറച്ചില്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഇന്ന് ലോകത്തിലെ ഒരു പൊതുഗതാഗത സംവിധാനവും ലാഭത്തിന് വേണ്ടി ഓടുന്നതല്ല. ഇതൊരു സർവീസാണ്. ലോകത്തെമ്പാടും ഇത് സബ്സിഡൈസ്ഡാണ്. ഇന്ത്യയിലുള്ള മറ്റ് ലാഭത്തിലോടുന്ന നമ്മൾ പറയുന്ന കോർപ്പറേഷൻസ് പോലും ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിട്ടാണ് ലാഭത്തിലാകുന്നത്. പക്ഷേ അവിടെ ഒന്നും ഇത്രയധികം നഷ്ടം വരുന്നില്ല. ഇന്ന് ഇന്ത്യയിലെ RTCകളിൽ ഏറ്റവും നഷ്ടത്തിലോടുന്നത് കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. പക്ഷേ മറ്റു രംഗങ്ങളിലെല്ലാം കേരളം വളരെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്തും ഹെൽത്ത് രംഗത്തും ഒക്കെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് RTC മാത്രം കർണാടകയെക്കാളും ആന്ധ്രയെക്കാളും തമിഴ്നാടിനേക്കാളും പുറകിൽ നിൽക്കുന്നതെന്നുള്ളതും പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ചില ശീലങ്ങളും ചില ശാഠ്യങ്ങളുമൊക്കെ നമ്മളെ പിന്നോട്ടടിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊക്കെ ഒരു ചെറിയ ഗ്രൂപ്പ്, ഇപ്പം KSRTC സംബന്ധിച്ചുള്ള 500-നും 1000-നും ഇടയ്ക്ക് നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ ഈ ദുഷാട്ടിക്കാർ. കാരണം അവരുടെ ഞാൻ നേരിട്ട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ മറ്റുള്ളവരൊക്കെ അവരുടെ ഒരുപക്ഷെ രാഷ്ട്രീയ വിശ്വാസത്തെയും ബോധ്യങ്ങളെയൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്പനേരത്തേക്ക് ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ഞാൻ ചെയ്യുന്ന പലതും
പൂർണ്ണമായും അവരുടെ അഭിരുചിക്കനുസരിച്ചല്ല എങ്കിലും അവരതിനെ അംഗീകരിക്കുന്നു. പ്രധാനമായിട്ടും ഇവിടെ ഉള്ളൊരു പ്രശ്നം ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് സ്റ്റാഫ്, അതായത് കണ്ടക്ടർ, ഡ്രൈവർ, അവർ ഈ ജോലിയിലേക്ക് വരികയും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വാധീനിച്ച് ഇതല്ലാത്ത ജോലികളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ അതർ ഡ്യൂട്ടിയിലിരുന്ന ഭൂരിഭാഗം ആളുകളും ഇത്തരക്കാരായിരുന്നു. തിരിച്ചവരോട് കണ്ടക്ടറായാൻ പറയുമ്പോൾ അവർ പലരും രാജിവെച്ചു പോയി. അപ്പോൾ കണ്ടക്ടറായിട്ടുള്ള ശമ്പളം മേടിക്കുന്നതിന് അവർക്ക് ഒരു നാണമില്ല, പക്ഷേ അവർ വേറെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അത് ഞാൻ പോലീസിലും കണ്ടിട്ടുണ്ട്. പോലീസിൽ അവരിങ്ങനെ ഓഫീസുകളിൽ കയറിയിരിക്കും. യഥാർത്ഥ പോലീസ് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവരിപ്പം ഇട്ടേച്ച് പോകും, രാജിവെച്ചു പോകും. അത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. അവർക്ക് പണം വേണമെന്നാനും, പക്ഷേ അവർക്ക് ആ പറഞ്ഞ ജോലി ചെയ്യാൻ വയ്യ. പക്ഷേ KSRTCയുടെ മറ്റൊരു വലിയ പ്രശ്നം, ഒരു ബസ്സിന് ഇവിടെ 9 തൊഴിലാളി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബസ്സിന് ദേശീയ ആവറേജ് 5 മതി. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഇരട്ടിയാണ്. നിങ്ങൾക്കറിയാം, സർക്കാർ സംവിധാനത്തിൽ ശമ്പളം ഒത്തിരി വലുതാണ്. അപ്പോൾ KSRTCയിൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം അതിൻ്റെ സഹോദര സ്ഥാപനങ്ങളായിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കിട്ടുന്നതിൻ്റെ തുല്യമോ അതിൽ കുറവായിരിക്കും. പക്ഷേ KSRTC ഇന്ന് കമ്പീറ്റ് ചെയ്യുന്നത് സ്വകാര്യ ബസ്സുകളുമായിട്ടാണ്. ശരി, അതാണ് KSRTC MD ശ്രീ ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം KSRTC നഷ്ടത്തിലോ ആകാൻ പല പല കാരണങ്ങൾ നമുക്ക് പറയാം. പക്ഷേ അതിൽ ഒരു ഭാഗമെങ്കിലും ജീവനക്കാരുടെ ഈ തരത്തിലുള്ള ഒരു അലംഭാവവും അതോടൊപ്പം തന്നെ KSRTCയിലെ ജോലിയോട് കാണിക്കുന്ന അവഗണനയും അവർ അതർ ഡ്യൂട്ടിയുടെ പേര് പറഞ്ഞ് മറ്റു ജോലികളിലേക്ക് ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഇതിനെ നഷ്ടത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നാണ് എന്ന് KSRTC MD തന്നെയാണ് പറയുന്നത്. ഇതിനോട് ഉള്ള പ്രതികരണം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് KSRTC എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി MG രാഹുലിന്റെ പ്രതികരണം ന്യൂസ് തിയേറ്റർ എടുത്തിട്ടുണ്ട്. MD ഈ കണക്കുകൾ പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു നിലപാട് വ്യക്തമാക്കുമ്പോൾ എന്താണ് യൂണിയന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. MG രാഹുലിന്റെ വാക്കുകളാണ് ഇനി ന്യൂസ് തിയേറ്ററിൽ. ബഹുമാനായ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി സാറ് CMD ആയി ചുമതലയേറ്റു. അദ്ദേഹത്തിന് ചുറ്റും ഇതേ നിലയിൽ തന്നെ രാജമാണിക്യ സാറിനോടൊപ്പം നിന്നതുപോലെ കുറച്ച് ഉപഗ്രഹങ്ങൾ ചുറ്റും കൂടി നിന്ന് ചില ഉപദേശങ്ങൾ, എല്ലാ ഉപദേശങ്ങളും അദ്ദേഹം സ്വീകരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹവും കാര്യങ്ങളെ കൂടിയാലോചനകളിലൂടെ അവധാനതയോടുകൂടി ഒരു 40,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്ക് ഒരു വലിയ പങ്കുണ്ട് കാര്യങ്ങൾ നടത്തി വിജയിപ്പിച്ചെടുക്കുന്നതിൽ. മാനേജ്മെൻ്റ് ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചാൽ ആ ലക്ഷ്യം സാർത്ഥമാക്കാനുള്ള ഉത്തരവാദിത്വം തൊഴിലാളിക്കാണ്. ആ തൊഴിലാളിയെ അതിലേക്ക് പ്രചോദിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ട്രേഡ് യൂണിയനുകൾക്കുണ്ട്. ആ ട്രേഡ് യൂണിയനുകളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അതൊന്നും ഇതിനകത്തൊരു പ്രശ്നമല്ല, തൊഴിലാളിയുമായി നേരിട്ട് സമ്മതിക്കുന്ന ഒരു നിലയിലേക്ക് പോയി. തൊഴിലാളിയുമായി അദ്ദേഹം നേരിട്ട് സമ്മതിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് ആക്ഷേപമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പാപഭാരം ട്രേഡ് യൂണിയനുകളാണ് ഇതിനകത്ത് ഏറ്റെടുക്കേണ്ടത് എന്ന നിലയിലുള്ള ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം പോയി. കുറേ കാര്യങ്ങളിൽ അദ്ദേഹം അതിര് വിട്ടു പോകുന്നൊരു നില നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഞങ്ങൾക്ക് നാമമാത്രമായ പ്രൊമോഷനുകൾ അത് ഇനിമേലിൽ കൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. കഴിഞ്ഞ 4 മാസക്കാലമായി KSRTCയിൽ ഒരു തൊഴിലാളിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നില്ല. അപകടങ്ങളിൽപ്പെട്ട് കയ്യോ കാലോ 2, 3, 4 മാസത്തേക്ക് ഒടിഞ്ഞ് കമ്പിയിട്ടാൽ ആ പ്ലേറ്റ് ഇട്ട ജീവനക്കാരന് വണ്ടി ഓടിക്കാനോ ടിക്കറ്റ് കൊടുക്കാനോ മെക്കാനിക്കൽ പണി ചെയ്യാനോ കഴിയാത്ത സാഹചര്യം വന്നാൽ അവരെ എങ്കിലും സംരക്ഷിച്ച് നിർത്തണം. ജനറൽ ട്രാൻസ്ഫർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടപ്പിലാക്കി. ആയിരക്കണക്കിന് ജീവനക്കാരെ തെക്കും ഇതാണ് MG രാഹുൽ പറയാറുള്ളത്. അതായത് വഴിയിൽ കൈ കാണിച്ച് നിർത്തി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് KSRTC ബസ്സിൽ പോകുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായ യാത്രക്കാരെ സംബന്ധിച്ച് ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ KSRTCയുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. പക്ഷേ എല്ലാ വർഷവും KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് സർവീസ് നടത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കപ്പെടാതെ പോവുകയോ അതിന് പരിഹാരങ്ങൾ കാണാതെ പോവുകയോ ചെയ്യരുത്. ട്രേഡ് യൂണിയനുകളെ ഒഴിവാക്കി തൊഴിലാളികളെ നേരിട്ട് അവരെ ഡീൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ആ നിലയ്ക്ക് നിലനിൽക്കുമോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് ഇത് കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തെ കാണേണ്ടത്? അതും ന്യൂസ് തിയേറ്റർ എന്ന് അന്വേഷിച്ചു. ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ശ്രീ ഡിജോ കാപ്പൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ന്യൂസ് തിയേറ്ററിൽ പങ്കുവെക്കുന്നു. ഇത് വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിലേക്കാണ് ഇനി പോകുന്നത്. കേരളത്തിൽ ഏതാണ്ട് 100-ന് മുകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നും KSRTCയെ പോലെ പ്രതിമാസം 100 കോടി രൂപ കേരള ഖജനാവിന് ബാധ്യതയുണ്ടാക്കിയാൽ സ്വാഭാവികമായും ആ ബാധ്യതയിൽ നിന്ന് എങ്ങനെ കേരള സമൂഹം അല്ലെങ്കിൽ കേരള സർക്കാർ രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ KSRTCയിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഓരോ വർഷവും KSRTCയുടെ ബാധ്യത കൂടിക്കൂടി വരികയാണ്. ശമ്പളവും പെൻഷനും ഏതാണ്ട് 4 മാസത്തോളം മുടങ്ങി. എന്നിട്ട് പോലും യൂണിയനുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം നിറവേറ്റുവാൻ സമ്മതിക്കുന്നില്ല. അതായത് ഇന്ത്യയിലെ മറ്റ് പൊതുമേഖലാ റോഡ് സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന
ശമ്പളവും ആനുകൂല്യങ്ങളും വർക്ക് ലോഡും കേരളത്തിൽ ഒരു 10 വർഷം മുമ്പ് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് KSRTC ഈ ഒരു ബുദ്ധിമുട്ടിൽ വരില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കേരള മുഖ്യമന്ത്രി ടോമിൻ തച്ചങ്കരിയെ പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ KSRTCയുടെ MD ആയി രംഗത്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഞങ്ങൾ ഇക്കാര്യത്തിൽ യാത്രക്കാർ കാണുന്നത് ടോമിൻ തച്ചങ്കരിക്ക് KSRTCയുടെ അധിക ചുമതലയുള്ളൂ. അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റിയാലും അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനോ പെൻഷനോ യാതൊരു കുറവും വരില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം എടുക്കുന്ന നടപടികളിൽ KSRTC യൂണിയനുകൾ എതിർക്കുന്നത്? യൂണിയൻ നേതൃത്വമേ എതിർക്കുന്നുള്ളൂ. ഞാൻ യൂണിയൻ നേതൃത്വമേ എതിർക്കുന്നുള്ളൂ. തൊഴിലാളികൾ ഈ നടപടി പരിഷ്കാരങ്ങൾക്കൊപ്പമാണ് എന്നാണ് ഡിജോ കാപ്പൻ പറഞ്ഞത്. അതേതായാലും KSRTC ഇനി നഷ്ടം കൂടാതെ ഓടാൻ അവരുടെ സർവീസുകൾ, ഈ പൊതുഗതാഗത വകുപ്പിന്റെ സർവീസുകൾ സ്വാഭാവികമായും അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യാത്രക്കാർക്ക് ഉപകാരപ്രദമാവുക എന്നാണ്. ആ നിലയ്ക്ക് അതിന് നഷ്ടം കൂടാതെ അല്ലെങ്കിൽ വലിയ നഷ്ടം കൂടാതെ ഓടാൻ കഴിയുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് നമുക്ക് പച്ചക്കൊടി കാണിക്കാം.